ഹായ് നമസ്കാരം. അപ്പോൾ അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, സങ്കടമായിട്ടുള്ള കാര്യം പറയുകയാണ്. സങ്കടമായിട്ടുള്ള നമ്മുടെ അഭിലാഷ് ആട്ടായം ശുദ്ധ തണ്ടിത്തര കാണിച്ചിരിക്കണം. കാരണം ഞാൻ അയാളെ കൊല്ലും, വെട്ടി വെട്ടി പീസാക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ അയാൾ പറയുന്നുണ്ട്. എനിക്ക് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എനിക്ക് അറിയില്ല. പിന്നെ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പുള്ളി എന്തോ മാർക്കോ സിനിമ കണ്ടിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. മാർക്കോ സിനിമയിൽ കുറേ വയലൻസ് കണ്ടിട്ടുണ്ട്. അത് കണ്ട അയാൾ അതുപോലെയൊക്കെ ഞാൻ ചെയ്യുമെന്നൊക്കെ പറയണം. അതൊക്കെ തുത്ത മണ്ടത്തരമാണ് പുള്ളി പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു പബ്ലിക് ഫിഗറാണ്, സെലിബ്രിറ്റിയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്, ആക്ടറാണെന്നൊക്കെ പറയാം. പക്ഷേ ഇതിനും പറഞ്ഞ് ആൾക്കാർ ഈ അഭിലാഷ് ആട്ടായ എന്ന് പറഞ്ഞൊരു മരമണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നു അയാൾ. കാരണം നമ്മളെപ്പറ്റി വെറുതെ അനാവശ്യമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണേണ്. പുള്ളിക്ക് എന്തോ വലിയ ഷോയിൽ കയറണോ, ഏത് ഷോയിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ആ ഷോയുടെ പേര് പറയണില്ല, അതൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ കൂടെ ഫെയിം വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് അഭിലാഷ് ആട്ടായം. കാരണം പുള്ളി എൻ്റെ കൂടെ നിർത്തുന്നത് പ്രസാദ് പട്ടാഞ്ചേരി എന്നെ ഞാൻ എൻ്റെ കൂടെ മാനേജറാക്കി നിന്നിരുന്നു. ഫസ്റ്റ് പുള്ളീനെ ഞാൻ ഒഴിവാക്കി വിട്ടിരുന്നു. കാരണം പുള്ളിക്ക് വലിയ ഹോൾഡൊന്നുമില്ല. ആട്ടായത്തിന് ഹോൾഡ് ഉള്ളതുകൊണ്ടാണ് പിടിച്ചു നിർത്തിയേക്കുന്നത്. പൈസയും കൊടുക്കുന്നുണ്ട്, 250-500 രൂപ കൊടുക്കുന്നുണ്ട് ശമ്പളം വല്ലപ്പോഴും. പിന്നെ എന്താ പറയുക, പുള്ളി എല്ലാ ചാനലിലും കയറിയിട്ട് എന്നെ പറ്റി ഞാൻ വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ കണ്ടനുണ്ടാക്കിയതാണ്. കാരണം പുള്ളിയോട് ഞാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു, തന്നെ കൈ കിട്ടിയ കരണമടിച്ച് പൊളിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ചെയ്യുന്നില്ലല്ലോ. കാരണം ഞാൻ എന്നെ കുറേ പേര് പ്രപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഫേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പെണ്ണ് കാണലൊക്കെ നടന്നോളും. പെണ്ണ് കാണാനൊന്നും പെട്ടെന്ന് നടക്കുന്ന സംഭവമല്ല. അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ടൊക്കെ വരുന്നു. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരുപാട് പേര് ചാറ്റ് ചെയ്യുന്നുണ്ട്, പ്രപ്പോസൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് ഞാൻ കെട്ടിക്കോളും. അതെൻ്റെ ഇഷ്ടം. ഞാൻ കെട്ടിയാലും പട്ടിയാലും ഈ ആട്ടായത്തിന് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആട്ടായത്തിന് ഭ്രാന്താണ്. എനിക്ക് ഈ എന്നെപ്പറ്റി അനാവശ്യമായിട്ട് കണ്ടനുണ്ടാക്കണം. എനിക്ക് അലിൻ ജോസ് പെരേര എന്ന പേര് പറയുമ്പോൾ താൻ വൈറലാവും. വൈറലായിട്ട് എന്താ ഗുണം? തന്നെ ആ വലിയ ഷോയിലേക്ക് കയറ്റുമെന്ന് ഓർത്തണം. എൻ്റെ ആട്ടായം അതൊക്കെ വലിയ വലിയ ഷോയാണ്. അതിലൊന്നും താൻ ഇങ്ങനെ പറഞ്ഞിടുന്ന ആ ഷോയിലൊന്നും ആരും വിളിക്കത്തില്ല. അത് തന്നെ പറയാം. കാരണം ഞാനിത് എനിക്കൊരു 10 പൈസ വരുമാനം കിട്ടുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ കണ്ടന്റ് ഇടുമ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഓരോ വിഷസ് പറയുമ്പോഴൊക്കെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. കണക്കിന് രൂപ കിട്ടുന്നുണ്ട്. ആയിരക്കണക്കിന് രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ട്. എത്ര ആയിരങ്ങളാണ് കിട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. കണക്കില്ല. കണക്കിൽപ്പെടാത്ത കാശ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആട്ടായത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ ചില സമയത്തൊക്കെ. എപ്പോഴും കൊടുക്കാൻ പറ്റത്തില്ല, ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആട്ടായം താൻ ഫൂളാകരുത്. അലിൻ ജോസ് പെരേരയെയും സന്തോഷ് വർക്കിയെയും അനാവശ്യമായിട്ട് കുറ്റം പറയരുത്. എന്നെ കുറ്റം പറയണത് എനിക്ക് പിടിക്കില്ല. ഞാൻ പൊട്ടിത്തെറിക്കും. കാരണം ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഞാൻ സാധാരണക്കാരനും കൂടിയാണ്. അപ്പോൾ എൻ്റെ പ്രായം 23. അപ്പോൾ പ്രായത്തിൻ്റെ മെച്യൂരിറ്റി കുറവുണ്ടെങ്കിലും ആ കുറവിനെ മെച്യൂരിറ്റി കുറവിനെ എന്താ പറയുക, മുതലെടുക്കരുത് സജി. അതാണ് ആട്ടായത്തോട് എനിക്ക് പറയാനുള്ളത്. ആട്ടായം കാണിക്കുന്നത് ശുദ്ധ മര്യാദ ഇല്ലായ്മയാണ് കാണിക്കുന്നത്. കാരണം എൻ്റെ പേരും പറഞ്ഞ് അനാവശ്യമായിട്ട് എന്താ പറയുക, കടവന്ത്ര ലോഡ്ജിൽ ലോഡ്ജല്ല കടവന്ത്ര ബാറിൽ വെള്ളമടിച്ചിട്ട് കിടക്കുന്നു. അങ്ങനെയൊക്കെ വൃത്തികെട്ട കണ്ടൻ്റൊക്കെ പറയണത്, വെള്ളമടിക്കുന്ന കണ്ടന്റ്. ഞാൻ വല്ലപ്പോഴും സിഗരറ്റ് വലിക്കാറുണ്ട്. സിഗരറ്റ് അത് റീൽസ് കണ്ടെടുക്കുമ്പോഴാണ് ചെയ്യണത്. അല്ലെങ്കിൽ സിനിമ ഇതിൽ ഷോർട്ട് ഫിലിമിലൊക്കെ വലിക്കാറുണ്ട് സിഗരറ്റ്. അപ്പം അതിന് ആൾക്കാർ ചോദിക്കേണ്ട ആവശ്യമില്ല. സിഗരറ്റ് എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും വിൽക്കുന്നൊരു സാധനമാണ്. കാരണം എനിക്ക് മദ്യപാനമില്ല, പുകവലിയില്ല, കഞ്ചാവടിയില്ല, ഒന്നുമില്ല. വല്ലപ്പോഴും സിഗരറ്റ് റീലിന് വേണ്ടി വലിക്കണം. പിന്നെന്താ പറയുക, ആട്ടയം ഇനി മേലെ കാണിച്ചു കഴിഞ്ഞാൽ ആട്ടത്തിൻ്റെ മീഡിയ പ്രസൻസിൽ ഞാൻ കറണടിച്ച് വിളിക്കും. കാരണം പുള്ളി ഇത്ര ജനപാവനെ പോലത്തെ ആളാ ഞാൻ വെട്ടും കൊല്ലും എന്നൊക്കെ പറയണത് ശുദ്ധ പണ്ടത്തോല്ല. പുള്ളി ഒന്ന് കൈ ഓങ്ങാൻ ചെന്നാൽ പോലും പുള്ളി ഒരടിക്കേ ഉള്ളൂ, ഒരടിക്കാൻ താഴത്തേക്ക് വീഴും. ആ ഒരു ആരോഗ്യം എനിക്കുള്ളൂ. അപ്പോൾ പുള്ളി പറയണത് എത്രത്തോളം സെൻസിറ്റീവാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആട്ടയം താങ്കൾ ശരിയല്ല.
ആട്ടയം താങ്കൾ വക്കരനാണ്, കള്ളനാണ്, ചതിയനാണ്, ലോക അലപ്പനാണ്. താങ്കൾ മര്യാദ പാലിക്കുക. താങ്കൾ ഇനിയും മര്യാദ പാലിച്ചില്ലെങ്കിൽ, താങ്കൾ മുടിയൊക്കെ വെട്ടിയപ്പോൾ താങ്കളുടെ കുറേ ഷോ പിന്നെയും റിലീസ് ചെയ്തു. ഇനിയും എന്നെപ്പറ്റി കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, ജാഗ്രത. അമ്മയിലുള്ള ആൾക്കാരൊക്കെ എന്നെ അറിയാവുന്നതാണ്. ഇപ്പം എന്നെപ്പറ്റി കുറ്റം പറഞ്ഞു നടക്കുന്നത് അത്ര നല്ലതല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ സിനിമ നടന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല. തനിക്ക് പാര വെക്കും. ഓക്കെ.